മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളെ ന്യൂട്രിലോഡിന് ദിവസം ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കത്ത് അയച്ചുതരോ, മദീനത്ത് അയച്ചുതരോ, അതേപോലെ തന്നെ ബോംബെക്ക് അയച്ചുതരോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കണ ന്യൂട്രിലോഡും ആണ് കേട്ടോ. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ അതുപോലെ തന്നെ കെമിക്കലോ ഒന്നും ചേർക്കാതെ നമ്മളെ നാട്ടിൻപുറത്ത് നമ്മളെ രുചിയിൽ ഇതിന്റെ കുറച്ച് പൊടിക്കൈകളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എള്ളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകി, ഇപ്പോൾ വെയിലില്ലല്ലോ, മഴ ആയതുകൊണ്ട് ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് അവിടുന്ന് അങ്ങനെ ഉണക്കി കൊണ്ടുവരാറാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഉരുളിയിൽ വെച്ചിട്ട് വറുത്തിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. മില്ലിൽ നിന്ന് തന്നെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പൊടിയാവും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളെ ലഡു കിട്ടൂല, അതേപോലെ തന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കിട്ടൂല. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ വീണ്ടും നമ്മളിത് വറുത്തെടുക്കും. വറുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ അത് നമ്മൾ ലഡു രൂപത്തിലാക്കിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എള്ള്, കടല, അതേപോലെ കാഷ്നട്ട്, ബദാം, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എല്ലാവർക്കും കഴിക്കട്ടോ, വലിയവർക്കായാലും കുട്ടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ പ്രസവിച്ചെടുക്കണ ഉമ്മമാർക്കും എല്ലാവർക്കും കഴിക്കട്ടോ. വയസ്സറിയിക്കണ പെൺകുട്ടികൾക്കും സുന്നത്തല്യാണം കഴിച്ചെടുക്കണ ആൺകുട്ടികൾക്കും ഒക്കെ കഴിക്കട്ടോ. കുട്ടികളൊന്നും ഇത് കഴിച്ചാൽ വിടൂല. ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഇപ്പോൾ കാസർഗോട്ടേക്കൊക്കെ ഒരുപാട് ഓർഡർ പോയതാട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ വീണ്ടും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കളിപ്പോൾ ഇതന്നെയാണ് കഴിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച ആൾക്കാരനെ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്ന ഓർഡറിനെ നമ്മൾ കൊടുത്ത് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബാച്ച് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, എല്ലാവർക്കും അയച്ചു തരും. അപ്പോൾ നമുക്കിത് ഒരു ദിവസം ഇത് വറുക്കാൻ വേണം, പിന്നെ വറുത്ത് പൊടിച്ചു വെക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ബോൾസ് ആക്കിയിട്ട് അന്നത്തെ ദിവസം തന്നെ ഞാൻ കൊറിയർ അയക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് അയച്ചു തരിക കേട്ടോ. പിന്നെ ഇത് എത്ര ദിവസം നിൽക്കും എന്ന് ചോദിക്കാറുണ്ട്. എന്തായാലും ഒരു 15 ദിവസം നിൽക്കും കേട്ടോ. അപ്പോൾ അത്ര ദിവസത്തിനൊന്നും ഇത് ഉണ്ടാവില്ല. ഒരു ബോട്ടിൽ 25 ബോൾസാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ വീണ്ടും അവർ ചോദിച്ച് വാങ്ങി കഴിക്കും. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കട്ടോ. അപ്പോൾ മക്കളെ വളർച്ചയും കാര്യങ്ങളൊക്കെ മാറാനും അതേപോലെ തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ അറിയാലോ, എള്ളും കടലയും അതേപോലെ തന്നെ കാഷ്നട്ടും ബദാമും ഒക്കെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബ്ലഡ് കൗണ്ട് കൂടാനും നമുക്ക് നല്ലൊരു ഊർജ്ജം കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി 50 ബോട്ടിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഓർഡർ നമുക്ക് 50 ഒന്നല്ല ഒരു ദിവസം വരുന്നത്, ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഞാൻ അയച്ചു തരും കേട്ടോ. അപ്പോൾ സമയം വേണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂട്രിലോഡിന് ഇത്ര മാർക്കറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാ ഇന്നത്തെ ഓർഡർ പോവാനുള്ളതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി ബാച്ച് നാളെ വരും. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ കമന്റ് ബോക്സ്